ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നിട്ട് മാവേലിക്കര വരെ പോവാണ് നമ്മൾ. അപ്പം അച്ചാമ്മ വീട്ട് വരെ പോവാണ്. നമുക്കൊരു അമ്പലത്തിൽ പോകുന്നൊരു യാത്രയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാമിലി എല്ലാവരുമായിട്ടും കൂടിയാണ് പോണത്. അപ്പോൾ ഞാനും ഏട്ടനും കൂടി മാവേലിക്കര വരെ പോകാൻ നമ്മൾ പുതിയാലോട്ട് വന്നിട്ട് അവിടുന്ന് ബസ് ട്രാൻസ്പോർട്ട് ബസ് കിട്ടുമല്ലോ അങ്ങോട്ട്. അപ്പം നമുക്കൊരു കായംകുളം കിട്ടുന്നത്. പക്ഷേ പകുതി ചെന്നപ്പോഴത്തേക്ക് ഓച്ചറയ്ക്ക് ഇപ്പുറം എത്തിയപ്പോഴത്തേക്ക് വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ ഇറങ്ങി ഇന്ന് ഒരു 2 മണിയാകുമ്പോഴാണ് മാവേലിക്കരയിൽ നിന്ന് അവർ വണ്ടി വിടുന്നത്. അതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. പിന്നെ രണ്ടാമത് പിന്നെ അവർ വേറെ ബസ്സിൽ കയറ്റി നമ്മളെ വിട്ടു. അങ്ങനെ നമ്മൾ കായംകുളത്ത് എത്തിയിട്ട് കായംകുളത്ത് നിന്ന് പിന്നെ നമുക്ക് പ്രൈവറ്റ് ബസ് കയറണം. അപ്പം 2-3 ബസ് കയറണം അങ്ങോട്ട്. അങ്ങനെ എപ്പോഴും ഒന്നും ബസ്സില്ല. അപ്പം അങ്ങനെ പിന്നെ അവിടുന്ന് ബസ് കയറി നേരെ നമ്മൾ മാവേലിക്കര വന്നപ്പോഴത്തേക്ക് ബസ്സില്ല. ഞങ്ങൾ മാവേലിക്കര സ്റ്റോപ്പ് ഇറങ്ങി അവിടുന്ന് പ്രൈവറ്റ് ബസ് കയറണം. അപ്പം അവിടെ ചെന്നപ്പോഴത്തെ ബസ്സില്ല. പിന്നെ ഒരു ബസ് കിട്ടി, അതിന് കയറി കേട്ടോ. അങ്ങനെ നമ്മൾ മാവേലിക്കര ഇറങ്ങി. പിന്നെ ചേട്ടൻ വന്ന് വിളിച്ചായിരുന്നു കേട്ടോ, വല്യച്ഛൻ്റെ മോന്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ റെഡി ആയിട്ട് പിന്നെ അവിടെ എല്ലാവരും ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് അപ്പം വണ്ടി ബുക്ക് ചെയ്തത് വരാൻ ഇച്ചിരി സമയമുണ്ടായിരുന്നു. അങ്ങനെ അതും വന്ന് അങ്ങനെ ട്രാവലറായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. പിന്നെ മോള് ചേട്ടന് 3 മക്കളാട്ടോ, 2 ആണും 1 പെണ്ണും. പിന്നെ മോളാണ് അടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിലോട്ടാണ് പോണത്. അപ്പോൾ നല്ല യാത്ര കാണും എന്ന് പറഞ്ഞാൽ നമ്മൾ മാവേലിക്കര ആച്ചാമ്മയുടെ വീടും അവിടുന്ന് എനിക്കൊന്ന് പത്തനംതിട്ട ഇടുക്കി ഒരു ബോർഡറായിട്ട് വരും ഈ അമ്പലം. അങ്ങനെ എനിക്കൊന്ന് മാവേലിക്കര കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടിയിലല്ലേ പോകുന്നത്. മാവേലിക്കര കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പകുതി എനിക്ക് ഒത്തിരി ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ നല്ലോണം ഉച്ചയ്ക്ക് ചോറും കഴിച്ചിട്ട് ഇറങ്ങിയത്. നല്ല ദാഹം ഉണ്ടായിരുന്നു, തലവേദന ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഒരു ചായക്കടയൊക്കെ ഒരു ചായയും 4 മണിയൊക്കെ ആയി കാണുമായിരിക്കും. അവിടുന്ന് വടയൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പിന്നെയും യാത്രയാണ് കേട്ടോ. അപ്പം പോകുന്ന വഴിയൊക്കെ നല്ല നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട റൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പത്തനംതിട്ട ഇടുക്കി ഒരു റൂട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം എലിമേലി വഴിയാണ് പോയത്. നമ്മുടെ അയ്യപ്പൻ്റെ നാടില്ലേ പത്തനംതിട്ട, നമ്മുടെ ശബരിമല റൂട്ടാണ് പോയത്. പക്ഷെ നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലം. അപ്പം ഇങ്ങനൊരു യാത്ര വന്നുകൊണ്ട് അത്രയും ദൂരമൊക്കെ പോകാനും സ്ഥലങ്ങൾ കാണാനും പറ്റി. അപ്പം പോകുന്ന വഴിയൊക്കെ നമ്മൾ ഈ പുലിയുടെയൊക്കെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ നമ്മുടെ കാട്ടിലെ പോലീസ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഓഫീസും ഇതുമെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴി ഫുള്ളും അയ്യപ്പന്മാരെയും വണ്ടിയുടെ എല്ലാം ബഹളം. ഈ ശബരിമല പോകുന്ന വണ്ടികളും അയ്യപ്പന്മാരെ ഫുൾ ബഹളം. അപ്പോൾ നമ്മൾ എരുമേലി വഴിയാണ് പോയത്. അതുപോലെ തന്നെ പേട്ട തുള്ളുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. നമുക്ക് ഇങ്ങനൊരു യാത്ര വന്നുകൊണ്ട് നമുക്ക് ആ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റിയിട്ട്. അപ്പോൾ എരുമേലി അവിടെ ഒരു ക്ഷേത്രം, എനിക്ക് ക്ഷേത്രത്തിൻ്റെ പേര് അറിയില്ല, അതൊരു അയ്യപ്പ ക്ഷേത്രം തന്നെ കേട്ടോ. അപ്പോൾ അവിടെ അയ്യപ്പന്മാർ ഫുള്ള് പേട്ട തുള്ളുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ. കൂടുതലും മലയാളീസും ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ കൂടുതലും എനിക്ക് തമിഴരാന്ന് തോന്നുന്നുണ്ട് കൂടുതലും. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഫുള്ളും ബ്ലോക്കായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേന്. അതുപോലെ തന്നെ പോലീസുകാരെ അവർ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേട്ട തുള്ളുമ്പോൾ അവർ നേരത്തെ ഈ ഒരു ചില കളറ് ഒക്കെ തേച്ചിട്ട് മുഖമൊക്കെ വേറെ രൂപത്തിലാണ്. അത് നല്ല രസം ഇത് കാണാൻ കേട്ടോ. നമ്മളീ വാർത്തയിലും ന്യൂസിനകത്ത് അതുപോലെ ഓരോ ഇതിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളല്ലോ. നേരിട്ട് ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ കാണുന്നത് പേട്ട തുള്ളുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു ആ അമ്പലത്തിനടുത്ത് എത്തിയപ്പോഴത്തേക്കും. ഇത് ഫുള്ളും തമിഴരും മലയാളീസും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതൊരു അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് വെച്ചാണ് ഇവർ പേട്ട തുള്ളിയിട്ട് പോകുന്നത് ശബരിമലയിലോട്ട്. അപ്പം നല്ല രസമാണ് കാണാൻ കേട്ടോ ഫുള്ളും. അതുപോലെ തന്നെ കടകളുടെ ഒക്കെ ബഹളം, ഓച്ചറയിലൊക്കെ കൂട്ടി തന്നെ കടകളുടെ ഫുൾ ബഹളം. ഇവരെ ഇതെല്ലാം ഈ ചായം പൂശുന്നതും ഈ തലയിൽ വെക്കുന്ന ഈ എന്താണ് കിരീടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് കൂടുതൽ. പിന്നെ അതുപോലെ ഈ തുണികളും ഒക്കെ വിൽക്കുന്നത്. പിന്നെ നമ്മൾ യാത്രയായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴി ഫുള്ളും മലപ്രദേശങ്ങളാണ് കേട്ടോ. നല്ല ഭംഗി, റബ്ബർ തോട്ടങ്ങളും അതേപോലെ തന്നെ നല്ല എന്താ പറയുക ഇങ്ങനെ തട്ടാട്ട സ്ഥലങ്ങൾ. നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങൾ കാണാൻ തന്നെ. അതേപോലെ തന്നെ എനിക്കൊന്ന് ഇവിടെ എല്ലാം ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ ശബരിമല റൂട്ടല്ലേ, അപ്പോൾ ആനയും മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ നല്ല സ്ഥലങ്ങൾ, നല്ല ഒരു എന്താ പറയുക നല്ല ഭംഗിയുണ്ട് കാണാൻ, സ്ഥലങ്ങൾ കാണാൻ തന്നെ. അതേപോലെ തന്നെ കുറേ മലകളും ഒക്കെ ഉണ്ട് കേട്ടോ പോകുന്ന വഴി ഫുള്ളും. പിന്നെ നമ്മുടെ അങ്ങും ഇങ്ങൊക്കെ ഉള്ള വീടുകളും കടകളും ഒക്കെ കിട്ടാൻ നല്ല ദൂരം. ചിലയിടത്ത് വനം പോലെ തോന്നും, ചിലയിടത്ത് ടൗണും പോലെ. അങ്ങനെ അങ്ങും ഇങ്ങൊക്കെ ഉള്ള കടകളും ഒക്കെ ആൾതാമസമൊക്കെ ഉണ്ട് അങ്ങും ഇങ്ങൊക്കെ ഉള്ളതെന്ന് തോന്നിട്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ എടുത്തെത്തി കേട്ടോ, നമ്മുടെ വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ട് അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഫുൾ അവിടുന്ന് ഞാൻ പറഞ്ഞില്ല ആ ഒരു ബോർഡ് വെച്ചേക്കുന്നിടത്തേ ഉള്ളൂ വണ്ടി ആട്ടോയും അങ്ങനെയൊക്കെ കിടക്കത്തുള്ളൂ. അവിടുന്ന് നമ്മൾ അമ്പലത്തിൽ നല്ല ദൂരമുണ്ട് അമ്പലത്തിലോട്ട് കേട്ടോ. നല്ല ദൂരം എന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ട്. അപ്പോൾ ഈ നദി ഇത് എനിക്കൊന്ന് നല്ല പേരായിട്ട് എന്തോ നദി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ കേട്ടോ. ഒരാളും അനക്കും ഒന്നുമില്ല.
എന്ത് പറഞ്ഞേ അങ്ങും ഇങ്ങൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വരുന്ന വഴി പുലിയുടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അതുപോലെ ഇത് ഫുള്ളും കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ കടച്ചക്കയുടെ കൃഷിയാണ് ഫുള്ളും. അവർ ഏട്ടനൊക്കെ പറയുന്നതൊക്കെ അവർ നമ്മുടെ അവർ പണ്ട് വന്ന സമയത്തൊക്കെ ഇവിടെ ഫുള്ളും ഈ കോളിഫ്ലവറിൻ്റെ കൃഷിയായിരുന്നു. ഇപ്പം നമ്മൾ വന്ന സമയത്ത് കടച്ചക്കയുടെ കൃഷിയാണ് ഫുള്ളും. ഇവിടെ മൊത്തം അവർ ഈ കറണ്ടിൻ്റെ ഒരു ലൈൻ പോലെ സംഭവം വലിച്ചിട്ടുണ്ട്. അതുപോലെ കുഞ്ഞൊരു ബസ് സ്റ്റോപ്പും ഉണ്ട് ആ കാടിനുള്ളിൽ. നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പശുക്കളെ, നമ്മുടെ കൊല്ലത്തോട്ടൊക്കെ ആണെങ്കിൽ പശുക്കളെ കെട്ടിയിട്ടല്ലേ വളർത്തുന്നത്. ഇവിടെയൊക്കെയാണെങ്കിൽ അവർ രാവിലെ ഫുഡും കൊടുത്ത് അങ്ങ് രാവിലെ ഈ പാലൊക്കെ പിഴിഞ്ഞിട്ട് അങ്ങ് വെറുതെ അങ്ങ് വിടും പശുക്കളൊക്കെ, പശുക്കുട്ടികളെ. അവരെല്ലാം സ്ഥലങ്ങളും പോയി ഇതെല്ലാം പുല്ലും അതും ഇതുമെല്ലാം തിന്നിട്ട് കറക്റ്റ് 6 മണി സമയമാകുമ്പോൾ വീട്ടിൽ ചെല്ലും. അങ്ങനെയാണ്. പിന്നെ ചിലതൊക്കെ ആണെങ്കിൽ നമ്മുടെ അമ്പലം ഉണ്ടല്ലോ, വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്ന് കിടക്കും. എനിക്ക് വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ കഥ വലുതായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. ആർക്കെല്ലാം അറിയാമെങ്കിൽ കമൻറ്റ് ഇടും കേട്ടോ. അതേപോലെ തന്നെ എനിക്കൊന്ന് ഈ സ്ഥലം ഇടുക്കി ഒരു പത്തനംതിട്ട ബോർഡർ ആ ഒരു രീതി വരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് സ്ഥലം. അതുപോലെ തന്നെ അങ്ങോട്ട് ബസ്സും ഉണ്ട് കേട്ടോ. പക്ഷേ ബസ് ഫുള്ള് റോഡ് വലിയ അങ്ങും ഇങ്ങുമൊക്കെ ഇതിനെക്കാട്ടി മോശമായിട്ട് കിടന്നു. ഇപ്പോൾ ഇച്ചിരി നല്ലതായെന്നാണ് ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ബസ്സുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ബസ് ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ. അമ്പലത്തിൽ നിന്ന് എന്താണ് ടൗണിലോട്ട് പോകത്തുള്ളൂ. അങ്ങനെ ഉണ്ട്. ഫുൾ കാടല്ലേ, ഫുൾ ഇരുട്ടുമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ എടുത്തപ്പോൾ ഒരു 6 മണിയൊക്കെ ആയി കാണും എത്തിയപ്പോഴത്തേക്കും. ഈ ഒരു കാളയുണ്ടല്ലോ, ഇതും ഇതുപോലെ തന്നെ എനിക്കൊന്ന് അവിടെ അമ്പലത്തിൽ വളർത്തുന്നതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മളൊരു 6 മണിയൊക്കെ അവിടെ ചെന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇനിയും വരണം. ഇനിയും നമുക്ക് വേറൊരു അമ്പലത്തിനും വരാനുണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ വരുന്ന സമയത്ത്. പിന്നെ നമ്മൾ പട്ടും എണ്ണയും അവിടുത്തെ കൂടുതലും പട്ടും ചുമന്ന തെറ്റിപ്പൂ ഉണ്ടല്ലോ, തെറ്റിപ്പൂ ഒക്കെയാണ് അമ്പലത്തിൽ കൊടുക്കുന്നത്. അതുപോലെ അകത്ത് ഫോണും വീഡിയോസും അലോപ്റ്റ് അല്ല കേട്ടോ. ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഫോണും ഉപയോഗിക്കാൻ പറ്റില്ല. ഫോണൊന്നും ഉപയോഗിക്കാൻ നമ്മുടെ കയ്യിൽ വെക്കാനല്ല, ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഒരു വഴക്ക് പറയും. അപ്പം നമ്മൾ ആദ്യം നമുക്കറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അകത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ വഴക്ക് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ പുറത്തെ വീഡിയോസും പുറത്തെ ഫോട്ടോസും മാത്രമേ നമ്മൾ എടുത്തുള്ളൂ കേട്ടോ. ഇത് ഫുള്ള് മലകളാണ് കേട്ടോ. അമ്പലത്തിന് ചുറ്റും കാണുന്ന മലകളാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അതേപോലെ തന്നെ ശബരിമല ഇവിടെ നമ്മൾ വന്ന ദിവസം വൃശ്ചികത്തിൻ്റെ തലേന്നത്തെ ദിവസം നമ്മൾ വന്നു, 2 ദിവസത്തിന് മുമ്പേ നമ്മൾ വന്നു കേട്ടോ. അപ്പം ഇവിടുത്തെ ഗുരുതിന്ന് കഴിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ ശബരിമല ഗുരുതി, അങ്ങനെ എന്തോ പറഞ്ഞത് ചേട്ടൻ കേട്ടോ. അപ്പം ഇത് ഫുള്ളും മലകളാണ് അമ്പലത്തിന് ചുറ്റും കാണുന്ന. ഇതിൻ്റെ 3ാമത്തെ മലയും കണ്ടാണ് ശബരിമല. അതേപോലെ തന്നെ ആ ഒരു വള്ളി ഉണ്ടല്ലോ, അത് ദേവി വള്ളിയിലാടി വന്നെന്നാണ് അവിടുത്തെ കഥ അവർ പറയുന്നത് കേട്ടോ. ദേവി ആ വള്ളിയിലാടി വന്ന് ഇവിടെ കുടിയുണ്ട്, അങ്ങനെ അമ്പലമൊക്കെ ആയതാണെന്ന് പറയുന്നത്. പിന്നെ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലിയും ചമ്മന്തി അതൊക്കെ മേടിച്ച് വെച്ചിട്ട് നമ്മളൊരു 12 മണി 11:15 ആവുമെന്ന് അത് കഴിയാൻ. അപ്പോൾ അതുവരെ നമുക്ക് നിൽക്കാൻ പറ്റും, നമുക്ക് കാടിറങ്ങണമല്ലോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു 9 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വരുന്ന വഴി കണ്ട കാഴ്ചയാണ് പശുക്കളൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ റോഡ് സൈഡിലാണ് കിടക്കുന്നത്. കാട്ടിൽ നിന്ന് പുലിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഇതുങ്ങളൊക്കെ പിടിക്കുന്നതിന് കുഴപ്പമില്ല, ഫുള്ളും റോഡ് സൈഡിലൊക്കെ കിടക്കുന്നത്. അത് ഫുൾ ഇരുട്ടാണ് റോഡ് ഫുള്ളും. അങ്ങനെ വരുന്ന വഴി കണ്ട കാഴ്ച നമ്മുടെ എരുമേലി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വാവര് പള്ളി ഉണ്ടല്ലോ, അത് കാണാനുള്ള ഭാഗ്യം കിട്ടി കേട്ടോ. ഇത് നമ്മൾ വരുന്ന വഴി നമ്മൾ ഫസ്റ്റ് വൈകുന്നേരം ഇറങ്ങിയ സമയത്ത് കണ്ടപ്പം ആ റൂട്ടല്ല നമ്മൾ വന്നത്, തിരിച്ച് ആ റൂട്ടാണ് നമ്മൾ വന്നത്. അപ്പം നമ്മൾ സ്വാമിമാരൊക്കെ അകത്ത് കയറി തൊഴുന്നതൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പള്ളി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ജാതിഭേദമൊന്നുമില്ലാതാണ് ഇവിടുത്തെ ആൾക്കാർ, ഹിന്ദു ആയാലും മുസ്ലിംസ് ആയാലും. നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഇവിടെ ഒന്നും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല മനുഷ്യരുമാണ്. അപ്പം നമ്മൾ ആ കാഴ്ചകളുണ്ട്. ഫുള്ള് നമ്മൾ എരുമേലി വഴിയാണ് തിരിച്ചും വന്നത്. അപ്പം ഫുള്ളും അയ്യപ്പന്മാരുടെ വകകൾ. അപ്പോഴും ആ സമയത്തും 9-10 മണിയൊക്കെ 11:15 കാണുമായിരിക്കും. ആ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു എരുമേലിയിൽ കേട്ടോ. അങ്ങനെ ആ കാഴ്ചയൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഇങ്ങനൊരു യാത്ര ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ചകൾ കാണാനുള്ള ഭാഗ്യം കിട്ടി. ഫുള്ള് അയ്യപ്പൻ്റെ ഫോട്ടോസും എല്ലാം വെച്ചാണ് അവിടെ ഫുള്ളും അലങ്കരിച്ച് വെച്ചേക്കുന്നവർ കേട്ടോ. അവിടെ ഫുള്ളും തൊഴാനൊക്കെ ആൾക്കാർ അയ്യപ്പന്മാർ കയറുന്നതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ തന്നെ. അങ്ങനെ ഇനി നമ്മൾ വേറൊരു യാത്ര അമ്പലത്തിൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിടട്ടെ. ഇനി വരുമ്പോൾ ഞാൻ വേറെ വീഡിയോ ഇട്ടിടട്ടെ. ഇത് അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമാണ്. പക്ഷേ എനിക്ക് ഈ അമ്പലത്തിൻ്റെ പേര് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല കേട്ടോ. ഇതും അയ്യപ്പന്മാർ പേട്ടുള്ളൊരു അമ്പലമാണ്. ഇവിടെ തുള്ളിയിട്ടാണെന്ന് ശബരിമലയിലോട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ മാവേലിക്കര എത്തിയപ്പോഴത്തേക്ക് 12:15 1 മണി ആയി കാണും കേട്ടോ. പിന്നെ അവിടെ ഒരു കടയിൽ കയറി കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിൽ വന്നപ്പോൾ ഒരു 2 മണിയൊക്കെ കാണും കേട്ടോ. വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ നാട്ടിലോട്ട് തിരിച്ച് കേട്ടോ. നമ്മുടെ പുതിയാലോട്ട് നമ്മൾ തിരിച്ച്. അപ്പം പിറ്റേ ദിവസം വൃശ്ചികം 1 അപ്പോഴത്തേന് വരുന്ന വഴി ഫുള്ള് ഓച്ചറ തിരക്കായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് പിന്നെ 2ാമത് ട്രാൻസ്പോർട്ട് ബസ് പിടിച്ചാൽ വന്നേട്ടോ. അടുത്ത വീട്ടിൽ കാണാവേ. ബൈ.